ഏറ്റവും മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഒരു സംശയം കൂടാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ്. എന്തുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട് ഇത്രയും പോപ്പുലർ ആവാനുള്ള കാരണം? മ്യൂച്വൽ ഫണ്ടുകളിൽ അത് വളരെ റെഗുലേറ്റഡ് ആയിട്ട് നടക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ്. റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ഓഫ് ബോർഡ് ഓഫ് ഇന്ത്യ, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യ, ഇതുപോലത്തെ ഗവൺമെന്റ് ബോഡീസ് ഈ ഇൻവെസ്റ്റ്മെന്റിനെ റെഗുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി അടുത്തത്, ഇതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ താരതമ്യേന മറ്റ് ഇൻസ്ട്രുമെന്റുകളിൽ നിന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ കിട്ടുന്ന റിട്ടേണേക്കാളും കൂടുതലാണ് എന്നുള്ളതും ഇതിനെ ഇന്ന് വളരെ അട്രാക്റ്റീവ് ആക്കി മാറ്റുന്നു. പക്ഷെ ഇന്ത്യയുടെ ഓവർ പോപ്പുലേഷൻ എടുത്താൽ പോലും ഇന്ന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുടെ പെർസെന്റേജ് വളരെ കുറവാണ് എന്നുള്ളത് വേറൊരു സത്യം. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ SIP ചെയ്യുന്നവര് ഇന്ന് ഒരുപാട് മിസ്റ്റേക്സുകൾ നമുക്ക് ചുറ്റും വളരെ കോമൺ ആയിട്ട് നടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള 5 മിസ്റ്റേക്സ് ആണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ ഇൻഫർമേഷന് മ്യൂച്വൽ ഫണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇനി മ്യൂച്വൽ ഫണ്ട് തുടങ്ങാൻ പോകുന്നവർക്കും അവരെ ഒന്ന് ചിന്തിപ്പിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ്, റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസ്ക് മനസ്സിലാക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക്. നമ്മുടെ ഓരോരുത്തരുടെയും പ്രായം, ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, ഓരോരുത്തരുടെയും കടങ്ങൾ, ബാധ്യതകൾ എല്ലാം വ്യത്യസ്തമാണ്. ഒരു 55 വയസ്സിൽ റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്ന ഒരാൾക്ക് എടുക്കാൻ പറ്റുന്ന റിസ്ക് അല്ല 25 വയസ്സായി നിൽക്കുന്ന ഒരു യങ് മാൻ അല്ലെങ്കിൽ ഒരു യങ് വുമൺ എടുക്കാൻ പറ്റുന്ന റിസ്ക് എന്ന് പറഞ്ഞാൽ. കാരണം അവർക്ക് 25 വയസ്സ് ഒരാൾക്ക് അത്രത്തോളം ഡ്യൂറേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നടക്കാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് റിസ്ക് കമ്പാരിറ്റീവ്ലി കൂടുതൽ എടുക്കാം. എന്നാൽ നമ്മുടെ ഗോളും നമ്മൾ നോക്കണം. ഇപ്പൊ 25 വയസ്സായ ഒരാൾക്ക് 55 വയസ്സിനേക്കാളും റിസ്ക് കൂടുതൽ എടുക്കുക എന്ന് പറഞ്ഞാലും ഒരുപക്ഷെ 25 വയസ്സായ ആളുടെ ഗോൾ എന്ന് പറയുന്നത്, അവരുടെ ആവശ്യം, വരാൻ പോകുന്ന ആവശ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ വളരെ അടുത്തായിരിക്കും. 55 വയസ്സായ ഒരാളുടെ ആവശ്യം ഒരുപക്ഷെ 65-ാമത്തെ വയസ്സിലായിരിക്കും വരാൻ പോകുന്നത്. സോ അവിടെ പ്രായം ബേസ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് റിസ്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ ഗോളും കൂടി അത് കോറിലേറ്റഡ് ആണ് എന്നർത്ഥം. ഇനി ഇതിലെല്ലാം ഉപരി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കുണ്ടാകുന്ന ലോൺ ബാധ്യതകൾ. ആ ബാധ്യതകൾ ഡെഫിനറ്റ് ആയിട്ടും പ്രോപ്പർ ആയിട്ട് ഒരു അഡ്വൈസറുടെ സഹായത്തോടു കൂടി അത് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏതൊക്കെ മ്യൂച്വൽ ഫണ്ടിലോട്ട് പോകണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. ഇതാണ് റിസ്ക് അസസ്മെന്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഭൂരിഭാഗം പേരും റിസ്കിനെ അസസ് ചെയ്യാതെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, പോർട്ട്ഫോളിയോയിലെ അസറ്റ് അലോക്കേഷൻ നടത്തുന്നത്. അസറ്റ് അലോക്കേഷൻ ഇന്ന് മിക്കവരും പ്രോപ്പർ ആയിട്ട് നടത്തുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. എന്താണ് അസറ്റ് അലോക്കേഷൻ? നമ്മൾ സാധാരണ മിക്ക സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ ആപ്ലിക്കേഷനോ ആപ്പോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. നമ്മൾ മിക്കവാറും ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ്, നമ്മൾ അതിൽ കയറുന്നു, ക്ലിക്ക് ചെയ്യുന്നു, 5 സ്റ്റാർ റേറ്റിംഗ് കാണുന്നു, നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ വാട്സപ്പ്, നമ്മുടെ ഫ്രണ്ട്സുകൾ, ടെലഗ്രാം ചാനൽസുകൾ, ഇന്ന് സോഷ്യൽ മീഡിയയും ഇൻഫർമേഷനും നമുക്ക് അത്രത്തോളം കൂടുതലാണ്. അതാണ് ഇന്ന് മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ചലഞ്ച് അല്ലെങ്കിൽ വെല്ലുവിളി എന്ന് പറയുന്നത്. മുന്നേ ഇൻഫർമേഷൻ ലിമിറ്റഡ് ആയിരുന്നു, നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറവാണ്. പക്ഷെ ഇന്ന് ഒരുപാട് ഇൻഫർമേഷൻ കാരണം ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയില്ല. ഏത് ആപ്പ് എടുത്ത് നോക്കിയാലും ഏത് ഫീച്ചർ എടുത്ത് നോക്കിയാലും ഇഷ്ടം പോലെ ന്യൂസ് ആണ്. പക്ഷെ ഏത് എടുക്കണം എന്നറിയില്ല. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ അസറ്റ് അലോക്കേഷൻ നടത്തണം. ആപ്പിൽ കാണുന്ന സ്റ്റാർ റേറ്റിംഗ് അല്ല നമ്മുടെ അസറ്റ് അലോക്കേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മാർക്കറ്റുള്ള ഒരുപാട് സെഗ്മെന്റ്സ് ഉണ്ട്. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്നതാണ് ലാർജ് ക്യാപ്, മിഡ് ക്യാപ്, സ്മാൾ ക്യാപ്. ഇതല്ലാതെ സെക്ടോറൽ അസറ്റ് അലോക്കേഷൻസ് ഉണ്ട്. ഇത് കൂടാതെ ഗ്ലോബലി അസറ്റ് അലോക്കേഷൻ ചെയ്യാൻ പറ്റും. അതായത് US അലോക്കേഷൻ ചെയ്യാം, നമുക്ക് ഹാങ്സെങ് ഇൻഡെക്സിൽ അലോക്കേഷൻ ചെയ്യാം. അതായത് ഇന്ത്യ വിട്ടുള്ള മറ്റു പോക്കറ്റ്സുകൾ നമുക്ക് മനസ്സിലാക്കിയിട്ടും പ്രോപ്പർ ആയിട്ടുള്ള അസറ്റ് അലോക്കേഷൻ ചെയ്യാം. കൊമോഡിറ്റി സെഗ്മെന്റിൽ അസറ്റ് അലോക്കേഷൻ ചെയ്യാം. ഇത് ഒരാളുടെ റിസ്ക് അപ്പറ്റൈറ്റ്, അയാളുടെ പ്രായം, അയാളുടെ ഗോള്, അതുപോലെ തന്നെ അയാളുടെ എന്താണായിട്ടുള്ള ബാധ്യതകള്, അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ, ബേസിക് ഫിനാൻഷ്യൽ ക്രൈറ്റീരിയ പോലത്തെ എമർജൻസി ഫണ്ടുകൾ, ഹെൽത്ത് ഇൻഷുറൻസുകളൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരാൾക്ക് ഒരു അസറ്റ് അലോക്കേഷൻ നമ്മൾ കൊടുക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അസറ്റ് അലോക്കേഷൻ ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്തു പോകുന്നു എന്നുള്ളത്. ഇനി മൂന്നാമത്തത്, പാസീവ് ഫണ്ട് ചൂസ് ചെയ്യണോ ആക്റ്റീവ് ഫണ്ട് ചൂസ് ചെയ്യണോ? നമുക്കറിയാം
ഈ ഇൻഡെക്സ് ഫണ്ടിൽ പൊതുവെ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. സോ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞു എന്ന് കണ്ടിട്ട് നമ്മൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. ആക്റ്റീവ് ഫണ്ടാണ്, ഫണ്ട് മാനേജർ മാനേജ് ചെയ്യുന്നല്ലോ എന്നറിഞ്ഞിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യും. സോ ഇതിനിടക്കുള്ള ഒരു തീരുമാനം എടുക്കേണ്ടത് നമ്മളാണ്. അതിന് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള മെട്രിക്സുകൾ നമ്മുടെ ഹെൽപ്പ് ചെയ്യും. അതിൽ ഒരു പ്രധാനപ്പെട്ടുള്ള ഒരു മെട്രിക്സ് ആണ് ആർ സ്ക്വയർഡ് കോറിലേഷൻ എന്ന് പറയും. ഈ ആർ സ്ക്വയർഡ് കോറിലേഷൻ ഇൻ കൺജക്ഷൻസ് വിത്ത് ബീറ്റ, ആൽഫ പോലത്തെ മറ്റു പാരാമീറ്റേഴ്സുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് വായിച്ചിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടത് ഈ വ്യക്തിക്ക് ഇൻഡെക്സ് ഫണ്ട് അല്ലെങ്കിൽ പാസീവ് ഫണ്ടാണോ കൂടുതൽ സ്യൂട്ട് ആകുന്നത്, അല്ലെങ്കിൽ അതായിരിക്കും ഇദ്ദേഹത്തിന് കൂടുതൽ റിട്ടേൺ തരുന്നത്, അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് മെത്തേഡിലൂടെ പോകുന്നതാണോ ബെസ്റ്റ് എന്നുള്ളത് ഈ പാരാമീറ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് തീരുമാനിക്കണം. ആൽഫ ബീറ്റ എന്ന് വളരെ കോമൺ, എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് അല്ലാതെ ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ ആർ സ്ക്വയർഡ് കോറിലേഷൻസ്. അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ ഏത് വേണം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് നമ്മൾ എത്താൻ. നാലാമത്തത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്യണം. നമ്മളൊരു ഫണ്ട് ചൂസ് ചെയ്യുന്നു, നമ്മൾ SIPs കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ട് മാത്രം നമുക്ക് നല്ല റിട്ടേൺ കിട്ടില്ല. റിട്ടേൺ കിട്ടും, ഒരു ബേസിക് റിട്ടേൺ കിട്ടും, ബട്ട് സ്റ്റിൽ അതിനേക്കാളും നല്ല റിട്ടേൺ നമുക്ക് ഉയർത്താൻ പറ്റും താരതമ്യേന കൃത്യമായ ഇന്റർവെല്ലുകളിൽ, കൃത്യമായ ഫ്രീക്വൻസിയിൽ ഈ പോർട്ട്ഫോളിയോനെ നമ്മൾ റീബാലൻസ് ചെയ്യണം. റീബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില മ്യൂച്വൽ ഫണ്ടുകളുടെ പല പാരാമീറ്റേഴ്സുകൾ മെഷർ ചെയ്തുകൊണ്ട്, അനലൈസ് ചെയ്തുകൊണ്ട് ചില മ്യൂച്വൽ ഫണ്ടുകൾ നമ്മളെ പോർട്ട്ഫോളിയോ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. ചിലപ്പോൾ SIPs സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടും വരും. എന്നാൽ പല ഫണ്ടുകളിലോട്ട് നമ്മൾ മാറേണ്ടതായിട്ടും വരും, പുതിയ ഫണ്ടുകൾ ആരംഭിക്കേണ്ടതായിട്ട് വരും. ഇത് കൃത്യമായ സമയങ്ങളിലെ പോർട്ട്ഫോളിയോ റീബാലൻസ് ചെയ്ത് കൊണ്ടുപോയാൽ അത് നിങ്ങൾക്ക് തരാൻ പോകുന്ന റിട്ടേൺ അധികമായിട്ട്, നോർമലി നമ്മൾ പറയുന്നതാണ് ഒരു 12% റിട്ടേൺ, അതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കൃത്യമായ മോണിറ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളത് പറയാം. ഞാനൊരു ചെറിയ എക്സാമ്പിൾ ഇവിടെ എടുത്ത് പറയാം. ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു 5 ലക്ഷം രൂപ ഇട്ടു. ആ മ്യൂച്വൽ ഫണ്ട് ഭയങ്കര വോളറ്റൈൽ ആണ്, അല്ലെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിന് പല ഫണ്ടമെന്റൽ പ്രശ്നങ്ങളുണ്ടെന്ന് വിചാരിക്കുക. പക്ഷെ ആ മ്യൂച്വൽ ഫണ്ട് 5 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, 4,80,000 ആണെങ്കിലും നമുക്ക് അതിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഇറങ്ങാൻ ഒരുപക്ഷെ നമ്മളെ മനസ്സ് സമ്മതിക്കില്ല. കാരണം നമ്മളെ പോർട്ട്ഫോളിയോ എടുത്ത് നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആണെങ്കിൽ അത് വിൽക്കാൻ നമ്മളെ മനസ്സ് സമ്മതിക്കില്ല. നമ്മൾ അവിടെ പിടിച്ചതിനെ ഹോൾഡ് ചെയ്യും. പക്ഷെ ഇത് പിടിച്ച് ഹോൾഡ് ചെയ്ത് അടുത്ത ഒരു വർഷം കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഈ 5 ലക്ഷം എന്നുള്ളത് ഒരു 5,10,000 ആയി മാറാം. പക്ഷെ ഒരു വർഷം കൊണ്ട് അവിടെ 10,000 ആണ് കിട്ടിയത്. പക്ഷെ അവിടെ 5 ലക്ഷം ഇട്ടു, 4,80,000 ഉണ്ടെങ്കിൽ 20,000 രൂപയുടെ നഷ്ടം ബുക്ക് ചെയ്ത് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അതിനോട് ഹോൾഡ് ചെയ്യും. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ നമുക്കൊരു 10,000 രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. പക്ഷെ ആക്ച്വലി ആ 20,000 രൂപ അവിടെ ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങുകയും അതേസമയം ആ ഫണ്ടിനെ വേറെ മികച്ച ഫണ്ടുകളിലോട്ട് നമ്മൾ മാറ്റുകയും ചെയ്തിരുന്നു എങ്കിൽ ആ 4,80,000 ആണ് നമുക്ക് കിട്ടിയത്, 20,000 ലോസ് ആണ്, ഓക്കെ. പക്ഷെ 4,80,000 നമുക്ക് 5,80,000 ആയിട്ട് വളർത്താൻ സാധിച്ചിരുന്നു എങ്കിൽ ഇവിടെ ഈ ഫണ്ടിനെ പിടിവിടാതെ നമ്മൾ പിടിച്ചത് ഒരു അബദ്ധമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിവ് വരും. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇതിനെ മാനേജ് ചെയ്യണം, റീബാലൻസ് ചെയ്യണം. റീബാലൻസിന് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട്. അത് ബേസ് ചെയ്തിട്ടാണ് എപ്പോഴും നമ്മൾ റീബാലൻസിങ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ റോളിംഗ് ഇൻഡെക്സ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്ക് റീബാലൻസിങ്ങിന് നമ്മൾ പ്രയോഗിക്കുന്ന ഒരു ഇതാണ്. പിന്നെ എല്ലാ വർഷവും എല്ലാവർക്കും ഒരേ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ഒരേ അവസ്ഥയിലൂടെ അല്ല നമ്മൾ കടന്നു പോകുന്നത്. ആ സമയത്ത് ആ വ്യക്തിക്ക് ഓരോ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങും ഒരു വ്യക്തിക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വ്യക്തിയുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് വേണം ആ പോർട്ട്ഫോളിയോനെ ആ സമയത്ത് റീ അലോക്കേഷൻ ചെയ്യാൻ. അതിനേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ടാണ് ആ ടൈമില് മാർക്കറ്റിന്റെ സിറ്റുവേഷൻ എങ്ങനെയെന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് ഒരു ഇൻട്രാഡേയോ സിംഗ് ട്രേഡോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തല്ല, ഒരു ലോങ് ടേം ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളാണ് ഞാൻ പറയുന്നത്. സോ ആ സമയത്ത് വേണ്ട മാറ്റങ്ങൾ നമ്മൾ പോർട്ട്ഫോളിയോയിൽ മാർക്കറ്റ് സ്ട്രാറ്റജിയും കൂടി കൊണ്ടുവന്നിട്ട് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ഡെപ്റ്റ് ഫണ്ടിലോട്ട് അലോക്കേഷൻ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ നമ്മൾ ഡെപ്റ്റിൽ നിന്ന് ഇക്വിറ്റിയിലോട്ട് കൊടുക്കേണ്ടി വരും. ഇക്വിറ്റി തന്നെ വാല്യുവേഷൻ നോക്കിയിട്ട് അത് ഏത് സെഗ്മെന്റിലാണ് അല്ലെങ്കിൽ ഏത് സെക്ടറിലാണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് നമ്മൾ പ്രോപ്പർ അലോക്കേഷൻ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ടൈം ടു ടൈം കൊണ്ട് നടന്ന് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഒരു നല്ല റിട്ടേൺ നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ. 5ാമത്തെ മിസ്റ്റേക്സ്,
അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഒരു വർഷത്തിനുള്ളില് മ്യൂച്വൽ ഫണ്ടുകൾ സ്വിച്ച് ചെയ്യുന്നവരുടെയും ഒരു വർഷത്തിന്റെ ഉള്ളില് മ്യൂച്വൽ ഫണ്ട് റിഡീം ചെയ്യുന്നവരുടെയും എണ്ണം കൂടുതലാണ്. അതായത് ഒരു വർഷം പോലും ഹോൾഡ് ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് എക്സിറ്റ് ലോഡ് മെഷർ ചെയ്യാതെ, ടാക്സേഷൻ മെഷർ ചെയ്ത, ടാക്സേഷനെ കുറിച്ച് നമ്മുടെ ചാനലിൽ ഞാൻ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ടൂൾ വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചാനലിൽ പോയി നോക്കാം. ഞാനിവിടെ ഐ ബട്ടണിൽ അതിന്റെ വീഡിയോന്റെ ലിങ്കും കൊടുക്കാം. ടാക്സ് മനസ്സിലാക്കാതെ, എക്സിറ്റ് ലോഡുകൾ മനസ്സിലാക്കാതെ ഒരു ഷോർട്ട് പീരിയഡില് ഒരു 6 മാസം 5 മാസം വേണ്ട, ഒരു കൊല്ലം പോലും ഒരു ഫണ്ടിന്റെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ റിഡീം ചെയ്യുന്നു. ആ ഫണ്ടിന്റെ ഫ്യൂച്ചർ ആസ്പെക്ട്സ് നമ്മൾ പഠിക്കാതെ, ആ ഫണ്ടിന്റെ ഫാക്ട് ഷീറ്റ് പഠിക്കാതെ, ആ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ ഹോൾഡിംഗ്സ് മനസ്സിലാക്കാതെ, ഫണ്ട് മാനേജറുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമ്മൾ അനാവശ്യമായിട്ട് ടാക്സും അനാവശ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് സ്വിച്ചിങ്ങും നടത്തുന്നു എന്നുള്ളതും വളരെ വലിയൊരു പോരായ്മയാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും, ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നവരാണെങ്കിലും, ഈ 5 മിസ്റ്റേക്സ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിന്റെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരു മികച്ച പോർട്ട്ഫോളിയോ, നല്ല റിട്ടേൺ തരുന്ന നല്ല ഫണ്ടുകൾ സെലക്ട് ചെയ്ത് ഈ അസസ്മെന്റുകൾ നടത്തി, റീബാലൻസിങ് നടത്തി, റിസ്കുകൾ മെഷർ ചെയ്തുകൊണ്ട്, അനാവശ്യമായ സ്വിച്ചിങ് എന്തെങ്കിലും നമ്മൾ മാറിക്കൊണ്ട്, ഇൻഡെക്സ് ആണോ പാസീവ് ആണോ ആക്റ്റീവ് ആണോ, ഏത് ഫണ്ടുകളാണ് വേണ്ടതെന്ന് കൃത്യമായ അസസ്മെന്റിലൂടെ മനസ്സിലാക്കാനും പ്രോപ്പറായിട്ട് ചൂസ് ചെയ്യാനും എല്ലാവർക്കും കഴിയണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മ്യൂച്വൽ ഫണ്ടിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ആയിട്ടുള്ള ലിങ്ക്, അസറ്റ് പ്ലസ് അപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അസറ്റ് പ്ലസിൽ അപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തവർക്ക് അവരുടെ പോർട്ട്ഫോളിയോ കൃത്യമായ രീതിയിൽ റീബാലൻസ് ചെയ്യുവാനും തുടർന്ന് അവരുടെ ഫിനാൻഷ്യൽ ജേർണിയിൽ കൂടെ നിൽക്കാനും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് എന്നോട് അടുത്ത് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പുതിയ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാം. ഈ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാനൊരു ചെറിയ സർവേ നടത്തുന്നു. എനിക്ക് ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും 1 വർഷമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ, 2 വർഷമായിട്ട് 3 വർഷമായിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കും. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ 5 വർഷത്തിൽ താഴെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എത്ര വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നു, നിങ്ങളുടെ റിട്ടേൺ എത്രയാണെന്ന് ഒന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം 5 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആർക്കൊക്കെ അറ്റ്ലീസ്റ്റ് നെഗറ്റീവ് റിട്ടേൺ വന്നു പോയിട്ടുണ്ട് നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അറിയാം ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസിന് എത്ര പേർക്ക് എത്രത്തോളം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു അസസ്മെന്റിന് വേണ്ടിയിട്ടാണ്. വിത്തിൻ 5 ഇയേഴ്സ് ചെയ്തിട്ടുള്ള എല്ലാവരും വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അത് നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനുള്ള ഒരു വലിയ ഒരു ഇൻപുട്ട് ആയിരിക്കും. പതിവ് പോലെ പറയുന്നു, എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇതുപോലെ SIPs ചെയ്യുന്നവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തരുന്ന കമന്റ്സും നിങ്ങൾ തരുന്ന ലൈക്കും മാത്രമാണ് എനിക്ക് പുതിയ വീഡിയോസുകളും പുതിയ ഇൻഫർമേഷൻസും നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു എനർജി തരുന്നത്. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം.